നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ബൈബിളിലെ 4 സുവിശേഷ ഗ്രന്ഥങ്ങളിലാണ് പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ 5ാമതൊരു ഗ്രന്ഥമായ അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ വാക്കുകളാണ് നാം കാണുന്നത്. അവിടെ പരമപ്രധാനമായി ഒറ്റ കാര്യമേ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചു. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. സാക്ഷികളാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യന്താപേക്ഷിതമാണ്. ആകയാൽ ഈ തലമുറയിലെ സകല ദൈവമക്കളും പരിശുദ്ധാത്മ ശക്തിക്കായി ഒന്നുകൂടെ പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം തരുന്നതാണ് ഈ ഗാനം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളിയിടണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പാടാം. ഒരു വലിയ ആത്മപകർച്ചയുടെ ദിനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ, ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. വന്നിടണേ വന്നിടണേ കാത്തിരിക്കും ഞങ്ങൾ, വന്നിടണേ വന്നിടണേ കാത്തിരിക്കും ഞങ്ങൾ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങൾ, ദാഹത്തോടെ
കാത്തിരിക്കും ഞങ്ങൾ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങൾ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങൾ. പണ്ടൊരു നാൾ യോർദാൻ നദിയിൽ യേശുവിന്മേൽ നീ വന്നതുപോൽ. പണ്ടൊരു നാൾ യോർദാൻ നദിയിൽ യേശുവിന്മേൽ നീ വന്നതുപോൽ. വന്നിടണേ വന്നിടണേ പരിശുദ്ധ പ്രാവായി വന്നിടണേ. വന്നിടണേ വന്നിടണേ പരിശുദ്ധ പ്രാവായി വന്നിടണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളേണമേ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങളിൽ. ദാഹത്തോടെ ആർത്തിയോടെ കാത്തിരിക്കും ഞങ്ങൾ.